നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രയേലിന്റെ പ്രതികാരം ഫലസ്തീനികൾക്ക് മേൽ പെയ്തിറങ്ങുകയാണ്. ജൂതപ്പടയ്ക്ക് നേരെ നാടൻ പടക്കമെറിഞ്ഞ് ഫലസ്തീനികളെ ഓടിച്ചിട്ട് തിരിച്ചടിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്. ഗാസയിൽ വീണ്ടും ഫലസ്തീനികളെ നാടോടികളെ പോലെ ഒഴിപ്പിക്കൽ തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇസ്രയേൽ നടത്തുന്ന യുദ്ധം 326ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഫലസ്തീനികൾ ഉടനീളം ആക്രമണം നടത്തിയതാണ് ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഹമാസിനെ ഒതുക്കിയ ഇസ്രയേൽ ഫലസ്തീനെ ശിക്ഷിക്കുന്നു എന്ന് വേണം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പറയാൻ. ഗാസയെ നിലംപരിശാക്കിയ ഇസ്രായേൽ തകർത്ത ഗ്രാമങ്ങളിൽ വീണ്ടും ജനജീവിതം നരക അവസ്ഥയിലേക്കാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ബന്ദികളെ കിട്ടാത്ത അരിശം ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീനികളോട് തീർക്കുകയാണ്. 24 മണിക്കൂറിനിടയിൽ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ നോക്കിയാൽ ഒരു സ്കൂൾ കെട്ടിടത്തിൽ മിസൈൽ ഇട്ട് ഇസ്രായേൽ എന്ന് വേണം പറയാൻ. സ്കൂളിനുള്ളിൽ ഹമാസിന്റെ പരിശീലന കേന്ദ്രം നടത്തുന്നു എന്നാണ് ഇസ്രായേൽ ഇതിന് വ്യക്തമാക്കി പറയുന്നത്. 20ലധികം പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും ഇസ്രായേൽ തന്നെ പുറത്തുവിടുകയുമാണ്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ സൈന്യം റെയ്ഡും ആക്രമണവും പീരങ്കി ആക്രമണവും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നിരവധിയോളം, അതായത് 100ഓളം പേരെങ്കിലും ഇപ്പോൾ ഈ 2 ദിവസങ്ങളായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഗ്രൗണ്ട് ആക്രമണമാണ് നടന്നതും കരയുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ കരയുദ്ധം ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി സ്ത്രീകൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. എന്തായാലും ഏറ്റവും കൂടുതലും വ്യക്തമാകുന്നത് കൃത്യമായി തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. സ്കൂളിന്റെ പേരിൽ, അതായത് നമ്മൾ കേൾക്കുമ്പോൾ സ്കൂൾ ഇസ്രായേൽ തകർക്കുന്നു നടക്കം കേൾക്കുമ്പോൾ അതിനകത്ത് വിദ്യാർത്ഥികൾ ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സ്കൂളുകളാണ് ഹമാസിന്റെ പ്രധാന ആയുധപുര, ആയുധക്കോട്ട. അവിടെയാണ് ഹമാസിന്റെ പ്രധാന പരിശീലന കേന്ദ്രം എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തുവരികയാണ്. അപ്പോൾ ആ ഒരു വിവരം കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് IDF അവിടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ അടിക്കുന്നത് എന്ന് വേണം പറയാൻ.